ധാരാളം പൈശാചിക പോരാട്ടങ്ങളുള്ള ഒരു ഭൂമിയിലാണ് നാം പാർക്കുന്നത്. ദുഷ്ടന്റെ പലതരത്തിലുള്ള പ്രവൃത്തികൾ നമുക്ക് ചുറ്റും നടമാടുമ്പോൾ അതൊന്നും നമ്മോട് അടുത്തു വരത്തില്ല എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ധൈര്യവും ഉറപ്പും വിശ്വാസവും. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. 91-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. മുകളിലത്തെ വാക്യങ്ങളിൽ രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനും ഒരു മനുഷ്യനെ തകർക്കാവുന്നിടത്തോളം തകർത്താലും പ്രാർത്ഥിക്കുന്നവനോടുള്ള ദൈവത്തിന്റെ ദൂത ശത്രുവിന്റെ പ്രവൃത്തികളാൽ പലതും നിലംപരിച്ചായാലും നീ പേടിക്കേണ്ട, ഒരു ദുഷ്ടശക്തിയും നിന്നോട് അടുത്തു വരികയില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ പാർക്കുന്ന സ്ഥലം സാത്താന്റെ സിംഹാസനമുള്ളടമെന്ന് ഞാൻ അറിയുന്നു, എങ്കിലും നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലത്തും ഒരു ഭക്തന് രാജകീയമായി ജീവിക്കും. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, നീ എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്, നിന്റെ ലൈഫിനെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്, അതൊന്നും നിന്നോട് അടുത്തു വരികയില്ല. കാരണം മുകളിലത്തെ വാക്യത്തിലുണ്ട്, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. നീ ദൈവത്തിന്റെ കാവലിലാണ്, പരിപാലനത്തിലാണ്, സൂക്ഷിപ്പിലാണ്. ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ കണ്ടു നീ പേടിക്കരുത്. ബൈബിളിൽ വായിക്കുക, മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളിൽ ഒന്നും നിനക്ക് വരികയില്ല. അതിന്റെ കാരണം എന്താണ്? നീ ദൈവത്തിന്റെ കാവലിലാണ്. നിന്റെ ചുറ്റുപാട് വീടുകളിൽ നടക്കുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും കെടുതികളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും കണ്ട് നിന്റെ മനസ്സ് ചഞ്ചലപ്പെടരുത്. അതൊന്നും നിനക്ക് ഭവിക്കുകയില്ല. കാരണം നീ ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ്. നമുക്കൊന്നിച്ചു പറയാം, മുമ്പിൽ പലതും നിലംപരിച്ചായാൽ അതൊന്നും നിന്നോട് അടുത്തു വരത്തില്ല. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേലൊന്ന് നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു ദുഷ്ടശക്തികളും അടുക്കാതെ വേണം. ദൈവത്തിന്റെ കാവൽ അവരുടെ മേൽ വെളിപ്പെടണം. ദൈവത്തിന്റെ സൂക്ഷിപ്പ് അവരുടെ മേൽ വെളിപ്പെടണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നാം ദൈവത്തിന്റെ കാവലിലാണ്. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.